പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള പേരിൽ PM ശ്രീ പദ്ധതി 2022 അവതരിപ്പിക്കാനുള്ള കാര്യം തന്നെ നമുക്കറിയാം. ഇന്ത്യയുടെ എക്കാലത്തെയും ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ, മതനിരപേക്ഷ, ബഹുസ്വര, സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ രംഗമായിരുന്നു ഇന്ത്യക്ക്. അങ്ങനെയുണ്ടായിരുന്ന ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ കേവലം കച്ചവട താല്പര്യം, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ട, അത്തരം നടപടികളുടെ ഭാഗമായി 2020 ഉണ്ടായിരുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ അട്ടിമറിച്ചു. സാധാരണ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മിറ്റി റിപ്പോർട്ടാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി തൊട്ട് പിന്നീട് 2029 വിദ്യാഭ്യാസ നയം വരെ ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ രാജ്യത്തിൻ്റെ സത്തയും ഉൾപ്പെടുത്തിയായിരുന്നു വിദ്യാഭ്യാസ നയമെങ്കിൽ 2020 NEP എല്ലാ സത്തകളെയും തിരസ്കരിച്ചുകൊണ്ടുള്ള NEP ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ NEP അവതരിപ്പിച്ച ആദ്യഘട്ടത്തിൽ തന്നെ അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളിൽ, തമിഴ്നാട്ടിൽ, അതേപോലെ കേരളത്തിൽ, ഡൽഹിയിൽ ഉൾപ്പെടെ, പഞ്ചാബിൽ ഉൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്ന് 2020 പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീട് അധികാരമാറ്റം വന്നിട്ടുള്ള ഇടങ്ങളിൽ അത് കോൺഗ്രസിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം ഡൽഹിയിൽ വീണ്ടും BJP അധികാരത്തിൽ വന്ന അവർ അത്തരം നടപടികളുമായി മുമ്പോട്ട് പോകുന്നു. കർണാടകയിൽ BJP ആണ് NEPയുടെ പൈലറ്റ് പ്രൊജക്റ്റായി ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി NEPയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് സ്റ്റേറ്റുകൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റായി ഒരുപക്ഷെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായിട്ടാണ് PM ശ്രീ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത്. ആ PM ശ്രീ പദ്ധതി 2022 അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്ത് BJP അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ അതിനെ ഉൾക്കൊണ്ടു. പക്ഷേ എന്നാലും പലയിടങ്ങളിലും ചെറുത്തുനിൽപ്പ് തുടരുകയും ചെയ്തു. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, കേരള രൂപീകരണത്തിനിപ്പുറത്ത് EMSൻ്റെ ഭരണകാലം മുതൽ EMSും C അച്യുതമേനോനും അതിനപ്പുറത്തേക്ക് R ശങ്കറും ഉൾപ്പെടെയുള്ള നേതാക്കൾ നമുക്ക് നേതൃത്വം കൊടുത്ത് നായനാരും ബഹുമാനപ്പെട്ട K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങളെല്ലാം വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്ത വലിയ പ്രാധാന്യം പിന്നീട് ഇങ്ങോട്ട് വന്ന പിണറായി വിജയൻ്റെ ഭരണകൂടം ഉൾപ്പെടെ കേരള സ്വാതന്ത്ര്യത്തിൻ്റെ, കേരള രൂപീകരണത്തിനിപ്പുറത്ത് നമ്മൾ ആർജിച്ച വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ആർജിച്ച എല്ലാ നന്മകളെയും സംഘപരിവാറിൻ്റെ കീഴിൽ അടിയറവ് വെക്കുന്ന സമീപനമാണ് ഒക്ടോബർ മാസം 16 ഉണ്ടായിരിക്കുന്ന PM ശ്രീയിൽ ഒപ്പുവെച്ചത് എന്ന് യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് പറയേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് ഭവിഷ്യത്തുകൾ കേന്ദ്രത്തിൻ്റെ എന്താ പറയുക NEPയിലുണ്ടായ ഒരു കേന്ദ്രീകരണമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മോഡലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വികേന്ദ്രീകരണ വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് നമ്മൾക്ക് മാതൃകയെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ വികേന്ദ്രീകൃത വിദ്യാഭ്യാസത്തെയാകെ കേന്ദ്രീകരിക്കാനും നേരത്തെ സൂചിപ്പിച്ച പോലെ കച്ചവടവൽക്കരിക്കാനും അതോടൊപ്പം കാവ്യവൽക്കരിക്കാനും വേണ്ടി മാത്രം നടപ്പിലാക്കിയ പദ്ധതിയാണ് 2020 NEP. ഈ 2020 NEP നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് 2022 പറഞ്ഞത്. ഇപ്പോൾ NEP തിരസ്കരിക്കുന്ന പല സ്റ്റേറ്റുകളും, പക്ഷേ PM ശ്രീയിലൂടെ ഞങ്ങൾ അതിനെ മറികടക്കുമെന്ന് പറഞ്ഞതും ഈ കേന്ദ്ര ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അപ്പോൾ എന്തായാലും അന്ന് 2020 ഇത് ധർമ്മേന്ദ്ര പ്രധാൻ ഇത് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ് പല സ്റ്റേറ്റുകളും അത് അംഗീകരിച്ചു. പക്ഷേ നമ്മൾ വലിയ പ്രതിരോധം തീർത്തുപോയി. ആ പ്രതിരോധം തീർത്തെടുത്താണ് ഇന്ന് കേരളം PM ശ്രീയിൽ ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻപിൽ PM ശ്രീയിലൂടെ ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുന്നവരായി കേരളത്തിൻ്റെ ഭരണകൂടം മാറി എന്നതാണ് വസ്തുത. നമ്മളതിൻ്റെ MOU, ഇപ്പം നിങ്ങളൊക്കെ MOU വായിച്ചിട്ടുണ്ടാകും. MOU 16-ാം തീയതി ഒപ്പുവെച്ച MOUയിൽ 2-3 ഒരുപാട് ഇതിലെല്ലാം എല്ലാ അജണ്ടകളും കേരളത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച വിദ്യാഭ്യാസത്തിന് എല്ലാ രീതിയിലും വലിയ രീതിയിൽ കോട്ടം തട്ടുന്നതാണ്. ആ MOUയുടെ ഏറ്റവും ഒടുവിൽ സ്കോപ്പ് ഓഫ് MOU ഉണ്ട്. നിങ്ങളത് വായിച്ചാൽ കൃത്യമായിട്ട് അറിയാം. സ്റ്റേറ്റ് വിൽ ഇംപ്ലിമെൻറ്റ് ഓൾ ദ പ്രൊവിഷൻസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 in entirely with the entire state as the main objective of this scheme is to showcase the implementation of NEP 2020 through the PM ശ്രീ സ്കൂൾ. അതായത് PM ശ്രീ സ്കൂളുകളെ NEPയുടെ മോഡലുകളായി കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ PM ശ്രീയാണ് NEPയുടെ തുടക്കമെന്ന് ആധികാരികമായി ഈ MOU കാണിക്കുന്നത്.
ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ PM ശ്രീ അങ്ങനെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പദ്ധതിയല്ല. PM ശ്രീ രാജ്യത്തെ സംഘപരിവാറിന്റെ കാൽക്കീഴിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുന്ന പദ്ധതിയാണ്. അതിൻ്റെ ഒരു അപകടം കൂടിയുണ്ട്. എല്ലാം അപകടമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ 2ാം പേജിലുണ്ട്, കൊളാബറേഷൻ വിത്ത് NGOs, CSOs or corporates for supporting capacity building, infrastructure and teaching, learning process as part of their corporate social responsibility. നിങ്ങൾ നോക്ക്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇനി NGOസിന് വരാം. RSS ഒരു NGO ആണ്, വിദ്യാഭാരതി ഒരു NGO ആണ്, SSUK ഒരു NGO ആണ്. അങ്ങനെ തുടങ്ങി RSSനുൾപ്പെടെ ഒരുപാട് NGOs ഉണ്ട് ഈ രാജ്യത്ത്. അവർക്കൊക്കെ ഇനി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും ഇടപെടാമെന്ന് പച്ചയ്ക്ക് എഴുതി വച്ചിരിക്കുകയാണ് ഒരു MOU. ഇങ്ങനെ ഒരു MOU സംഘപരിവാറിൻ്റെ നടപടികൾക്ക് ഇരുകൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ടൊരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് ഇതിനെ എതിർക്കാതിരിക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഇത് ഈ നാട് തിരിച്ചറിഞ്ഞ പക്ഷേ CPIയുടെ നിലവിലുള്ള CPIയുടെ ഇടപെടലുകളെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ ഇടപെടൽ യാഥാർത്ഥ്യത്തിലേക്ക് പോയെങ്കിൽ മാത്രം NEP പിൻവലിക്കാൻ ഇവർ തയ്യാറാകുന്ന പക്ഷമേ നമ്മൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ. ഞങ്ങൾ പറയുന്നു, ഗുരുതരമായ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ഗുരുതരമായ മൂല്യച്യുതി സംഭവിക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് PM ശ്രീയിലെ ഒപ്പിടലിലൂടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ NEP പല ന്യായീകരണങ്ങളും കേട്ടു. NEP നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഫണ്ട് കിട്ടില്ല, ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. ഇത്തരം ബാലിശ്യമായ വാദങ്ങളാണ്. തൊട്ടപ്പുറത്ത് തമിഴ്നാട് നമ്മുടെ മുൻപിലുണ്ട്. ഇനി NEP അംഗീകരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ ഒരാളെയും നിർബന്ധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. NEP കൺകറന്റ് ലിസ്റ്റിലുള്ള, അതായത് സ്റ്റേറ്റിനും സെൻട്രലിനും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യമായി ഇടപെടാൻ കഴിയുന്ന, തുല്യമായി പങ്കാളിത്തമുള്ള മേഖലകളിൽ ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം ഉറപ്പ് നൽകുന്ന കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ് നമ്മളുടെ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ്.